പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ICT പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ പ്ലസിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ഗൂഗിളിൽ സമ്പൂർണ്ണ പ്ലസ് എന്ന് സെർച്ച് ചെയ്യുക. ലഭിക്കുന്ന റിസൾട്ടിൽ നിന്ന് സമ്പൂർണ്ണ പ്ലസ് സെലക്ട് ചെയ്യുക. നേരത്തെ സമ്പൂർണ്ണ പ്ലസിൽ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ PSITCയോട് ചോദിച്ച് ആ യൂസർ നെയിമും പാസ്വേഡും കളക്ട് ചെയ്യുക. ശേഷം ടീച്ചർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താഴെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക, ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലൊരു വിൻഡോയിലേക്കാണ് നമ്മൾ എത്തുക. ഈ വിൻഡോയുടെ ഇടതുവശത്ത് മുകളിലായി 3 ലൈന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു മെനു ബാർ ഓപ്പൺ ചെയ്തു വരുന്നതാണ്. ആ മെനു ബാറിന്റെ ഏറ്റവും അവസാനമായി ICT ചാപ്റ്റർ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ICT ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനപ്പെടുത്തി എത്ര ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിനു ശേഷം ഏറ്റവും അവസാനമായി അത് കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പൂർത്തീകരിച്ച ചാപ്റ്ററുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ സ്ക്രോൾ ചെയ്ത് സേവ് ഓപ്ഷൻ കാണാവുന്നതാണ്. ആ സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത്രയുമാണ് ക്ലാസ് അധ്യാപകർക്ക് ICT അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ പ്ലസിൽ ചെയ്യാനുള്ളത്. ഇതിനുശേഷം പ്രധാന അധ്യാപകർ സമ്പൂർണ്ണ വഴി സമ്പൂർണ്ണ പ്ലസിൽ അഡ്മിൻ ലോഗിൻ ചെയ്ത് ഓരോ ക്ലാസ് അധ്യാപകരും പൂർത്തീകരിച്ചിട്ടുള്ളത് കൺഫേം ചെയ്യേണ്ടതാണ്. കൺഫേം ചെയ്യുന്നതോടുകൂടി സമ്പൂർണ്ണ പ്ലസുമായി ബന്ധപ്പെട്ട് ICT പാഠപുസ്തക അപ്ഡേഷൻ പൂർത്തിയാവുന്നതാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.